എല്ലാവർക്കും നമസ്കാരം. ദൂരദർശനിങ്ങനെയാണ് ഞാൻ പണ്ട് തുടങ്ങിക്കൊണ്ടിരുന്നത്. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണകുമാർ. അന്ന് അത് ആകാശവാണിയിൽ പറയാം, ദൂരദർശനിൽ അത് വേണ്ട. നമസ്കാരം. ദൂരദർശൻ സൈഡിൽ നിൽക്കാൻ ഓസി, ക്യാമറമാൻ വേണോടൊപ്പം രേണുക, ഓമിയുടെ അമ്മ. ഓമീസ് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നത്. പറ, അതുകൊണ്ട് നിന്നെ വിളിച്ച് നിന്നെ കൂടി ബ്ലോഗിൽ നിർത്താന്ന് വെച്ചാൽ നമ്മളെവിടെ പോകും? അവിടെ നീ നിൽക്കണ്ട. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഓസി ഭയങ്കരമായിട്ട് നടക്കുന്നു, ഇരിക്കുന്നു, നടുവേന വരും. അപ്പൊ ഞാൻ വിളിച്ചു ഇനി നിന്നെ പിടിച്ച് ഇരുത്തി സംസാരിക്കാന്ന് വെച്ചു. അല്ല, സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ഒരു ഗ്രാൻഡ് ചൈൽഡിനെ കൊണ്ടുവന്ന ആളാണല്ലോ. ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ജോയ്, ഹാപ്പിനെസ്. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. ബേസിക്കലി എല്ലാ മക്കളും നമുക്ക് ഓരോരുത്തർ ജനിച്ചപ്പോഴും സന്തോഷമായിരുന്നു. ഞാൻ എപ്പോഴും പറയില്ല, ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട് വീട്ടിൽ. നീയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം വീട്ടിൽ കൊണ്ടുവരാറുള്ള ആൾ. അല്ലേ? എന്ത് പറയുന്നു? അല്ലേ? സന്തോഷം മാത്രമല്ല, എല്ലാവർക്കും ടെൻഷനും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും എന്നെ 2 ദിവസം മുമ്പ് ആര്യല്ലേ പറഞ്ഞത്, മറ്റേ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് നടയിൽ എപ്പോഴും സിന്ധു ആന്റിയെ കാണുന്നു. അമ്മേനെ ഏറ്റവും കൂടുതൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അല്ല, ഇതിന്റെ രസം എന്ന് പറയുമോ, അതില് കുഴപ്പമില്ലടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രശ്നം അല്ലെങ്കിൽ കുറെ സന്തോഷം ഇതെല്ലാം കൂടി ഇങ്ങനെയാണ്. നമ്മുടെ ഈ ECG കിടുമ്പോൾ കണ്ടില്ലേ, ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. അതെപ്പോഴും അങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ തീർന്നു, ആള് തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല, എപ്പോഴും ഒരു സാധനം നമുക്ക്, അതായത് സന്തോഷം നമുക്ക് പോയിട്ട് സന്തോഷം തിരിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് പണ്ടേ പറയും, ഇപ്പോൾ ഒരാളുടെ ചില ചോദിക്കും 1 ലക്ഷം രൂപ കിട്ടുന്നതാണോ 1 ലക്ഷം രൂപ പോയിട്ട് കിട്ടുന്നതാണോ സന്തോഷം എന്ന് ചോദിക്കും. ആക്ച്വലി അതാ പോയിട്ട് കിട്ടാൻ ഭയങ്കര വിലയാണ് എന്ന് പറഞ്ഞു വരിക. കുറച്ച് സന്തോഷം നമുക്ക് ഇല്ലാതാവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റണം. സന്തോഷം പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. ഓമി എന്ത് പറയുന്നതാ? ഇതുവരെ ഒന്നും പറഞ്ഞു തുടങ്ങിയില്ല. അത് ഞാൻ ഓർത്തില്ല കേട്ടോ. ആടിപ്പോടി ഒരു അവൻ കിടന്നോ? അല്ല, ഉറങ്ങുമല്ല. അവൻ ഇടയ്ക്ക് ഹൻസിക്കാൻ നോക്കി. ഹൻസൊക്കെ പോയി മുടി കോതി കൊടുത്തപ്പോ ചിരിച്ചോണ്ടിരിക്കുന്നു. അവന് പുതിയൊരു ചീപ്പ് മേടിച്ചു അമ്മ, കോം, സോഫ്റ്റ് ബേബി കോം. ഞാൻ ഇന്ന് ഇവിടെ കിടന്ന് നിങ്ങളില്ലാത്ത സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ അത് വെച്ചാൽ ഉറങ്ങാൻ ഞാൻ വെച്ച് നെറ്റിയിൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നത്. ഹൻസിക്ക് അതൊക്കെ ഓരോ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് BTS കൊറിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഞാൻ അടുത്ത കഴിയുമ്പോഴത്തെ കേൾക്കുമ്പോഴത്തെ നല്ല നല്ല പോയിന്റ്സ് ഒക്കെ, നല്ല കാര്യങ്ങൾ, വാല്യൂസ് ഒക്കെ നമ്മളിലേക്ക് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഇതൊക്കെ ബ്രെയിനിൽ കയറി കളയും. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൻ്റെ ബ്യൂട്ടി എന്ന് വെച്ചാൽ എപ്പോഴും പറയും, ഒരു കുഞ്ഞ് ജനിക്കുന്ന ദിവസം നെക്സ്റ്റ് 5 years ബ്രെയിൻ ഈസ് ബ്ലാങ്ക്. ഈ സമയത്ത് നല്ല എന്തു പറഞ്ഞു കൊടുത്താലും എന്ത് ഫീഡ് കൊടുത്താലും കയറി കൊടുക്കും. അത് മോശം പറഞ്ഞാൽ അതായിപ്പോവും. അപ്പോൾ ഏത് കാര്യം നമ്മൾ അടുത്തിരിക്കുമ്പോഴത്തേക്ക് സംസാരിക്കുന്നത് പോലും നല്ല പോയിന്റ്സ് ആണെങ്കിൽ ആ ബേബി ബ്രെയിനിലോട്ട് ഒരു ഫ്രഷ് ബ്രെയിൻ ആണല്ലോ, ഒരു ക്ലീൻ സ്ലേറ്റാണ്, അതിനകത്തോട്ട് കയറും. അപ്പോൾ ഞാൻ ഇന്നൊക്കെ ഇങ്ങനെ എന്തോ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതി എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കാരണം ഈ പലരും ഈ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും എവിടെ വർക്ക് ചെയ്യുമ്പോഴും ഒരാളെ കാണിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുമല്ലോ. ഓ, ആ ബോസ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു നോക്കുന്നുണ്ട്, CCTVയുടെ മൂട്ടി പോകുമ്പോൾ ഓവറായിട്ട് വർക്ക് ചെയ്ത് റെക്കോർഡ്. പക്ഷെ അവിടെയല്ല, നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്ര സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നു, അതാണ് ഒരാളുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നത്. സിൻസിയറിറ്റി കണ്ട ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. 3 പേരുടെ CCTVയുടെ അണ്ടർല സിൻസിയറിറ്റി കണ്ട ക്ഷീണം എനിക്ക് ജീവിതത്തിൽ ഇതുവരെ മാറിയിട്ടില്ല. എന്റെ വയറ്റിൽ കിടന്ന കൊച്ചിന് വരെ എന്റെ സിൻസിയറിറ്റി മാറിയിട്ടുണ്ടോ? അവൻ ചോദിക്ക 3 ആന്റിമാരുണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ, അവരെവിടെ പോയി എന്നുള്ളത് അവൻ വരെ പറഞ്ഞ് ചോദിച്ചോളൂ. അവൻ എപ്പോ സംസാരിക്കണം അതായിരിക്കും ഫസ്റ്റ് ചോദിക്കുന്നത്. അതും അതിൻ്റെ പലരും ചോദിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്ന്, അത് അവരെന്തായി, കേസ് എന്തായി? അത് വേറൊന്നുമില്ല. ഇപ്പോൾ അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ അവർ ഇവിടെ അഡീഷണൽ സെഷൻസ് കോർട്ടിൽ അവരുടെ ജാമ്യം തള്ളിയതുകൊണ്ട് അവർ ഒളിവിൽ നിൽക്കുന്നുണ്ട്. അവർ എറണാകുളത്തുള്ള ഹൈക്കോർട്ടിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയും, മുൻകൂർ ജാമ്യത്തിനായിട്ട് അവർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഹിയറിംഗ് ആയിട്ടില്ല. അതിനുവേണ്ടി വെയിറ്റിംഗാണ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. അല്ല, അത് ഈ പറഞ്ഞ പോലെ കുറ്റം ചെയ്താൽ ശിക്ഷ വരും. അത് ആർക്കായാലും. അത് എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, എത്രയാണ് വരുന്നത് നമുക്കറിയത്തില്ല. ഇതൊക്കെ ഒരു പാഠമാണ് പലർക്കും. കാരണം ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ പറയില്ല, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല, മാതാപിതാക്കൾ ഉള്ളപ്പോൾ അവരുടെ വില അറിയില്ല. ഇത് പോകുമ്പോൾ എങ്ങനെ അറിയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ പറ്റും. ഇന്ന്
അവരുടെ അവസ്ഥയിലേക്ക് ഒരിടത്തും ഇറങ്ങി നടക്കാൻ വയ്യ. ഇനി ഒരു കാലത്തും ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥ. അവിടെയാണ് ഈ സ്വാതന്ത്ര്യം കട്ടാവുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾ ഓർക്കുക. നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ജീവിതത്തിൽ നിന്ന് കട്ടാവും. ഒരു ചെറിയ നിമിഷത്തിൽ നമുക്ക് ചിലത് തോന്നിപ്പോവും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇതൊരു ഉദാഹരണമേ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുള്ളൂ. ഏത് കാര്യമില്ല, അതിന് ബേസിക് സംഭവം നമ്മൾ ആരും ഒരിക്കലും അതിനൊരു വിലയിട്ടിട്ടില്ല. അത് വിലമതിക്കാനാവാത്തൊരു വസ്തുവാണ് നമ്മുടെ ജീവിതത്തിൽ. എന്ത് പറയുന്നു അല്ലേ? ഫ്രീഡം. പൈസ ഇല്ലെങ്കിൽ പോലും ഫ്രീഡം ഉള്ള സമാധാനം. അബ്സല്യൂട്ട്ലി. നമുക്ക് പൈസ ഇല്ല, നമുക്ക് ഒരിടത്ത് പോയി ഒരാളെ കണ്ട് ഒരു ജോലി തരുമെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ചോദിക്കാൻ പറ്റണം, നമുക്ക് പോകാൻ പറ്റണം. പോകാനും പോകുന്ന വഴിക്ക് കുറേ പേര് മുട്ട എറിയത്തില്ലല്ലോ അറ്റ്ലീസ്റ്റ്. ഇല്ല. അല്ല, അതാണ്. അതുകൊണ്ട് ലൈഫിൽ എപ്പോഴും വളരെ സീരിയസ് ഒരു സംഭവമാണ്. നമ്മുടെ പറയില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന്. അപ്പോൾ ഇതെപ്പോഴും ഇത് നമുക്ക്, അതുകൊണ്ട് ഞാൻ ഈ വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡിലോട്ട് എത്തും. നമുക്ക് ആ ഉള്ള സ്വാതന്ത്ര്യം, നമുക്കുള്ള കുറേ സൗഭാഗ്യങ്ങളാണ്. നമ്മൾ ഒരു ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്തത്ര. ഈ കൗണ്ട് ദ ബ്ലെസ്സിങ്സ് എന്ന് പറയാൻ കാര്യം വെച്ചാൽ കൗണ്ട് ചെയ്താൽ തീരത്തില്ല. അതുകൊണ്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇറ്റ്സ് എ മൾട്ടിപ്ലയർ. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറേ നന്ദി പറയുക. കാരണം സോ മച്ച് ഓഫ് ബ്ലെസ്സിങ്സ് ഉണ്ട് നമുക്ക്, അല്ലേ? നീ എന്തെങ്കിലും പറ. നീ പറഞ്ഞാൽ എന്തെങ്കിലും തമാശ വരത്തും. ഞാൻ പറഞ്ഞാൽ ഉറക്കം വന്നിരിക്കുക. ഉറക്കമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ വലുതായിട്ട് ഉറക്കം കിട്ടിയില്ല. ശരിയാ, ഞാൻ കുറച്ചിങ്ങനെ കിറുകിയിരിക്കുക. അപ്പൊ ഇപ്പൊ ഫുഡും കൂടെ വിശന്നിരുന്നപ്പോൾ ഫുഡ് കൂടെ കഴിച്ചു. അപ്പൊ ഇച്ചിരി കൂടി ഇങ്ങനെ വിശപ്പില്ലാത്തത്. എനിക്ക് നല്ല വിശപ്പ് ഇപ്പൊ ഉണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും വിശപ്പ് തീർക്കാൻ കുപ്പിത് വെള്ളമാണ് കോരി കുടിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ, അങ്ങനെയാണ് കാര്യം. അപ്പൊ ഇനി വെളി ഭയങ്കര മഴ തുടങ്ങി. ആണോ? ഭയങ്കര മഴ. അമ്മയുടെ കൈ തളർന്ന് ഫോണൊക്കെ ചരിഞ്ഞു തുടങ്ങി. ഫോൺ ഇങ്ങനെയൊക്കെ ഫോൺ ചരിക്കില്ല, ഫോൺ സ്ട്രെയിറ്റാ. അപ്പം കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡ് പറയും. ഇത് ഞാൻ വെറുതെ ഓസിയെ കൊണ്ട് വിളിച്ചിരുത്തി എന്തെങ്കിലും സംസാരിച്ച ഒരു സുഖമാണ്. ബാക്കിൽ സിന്ധു ഇങ്ങനെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഇതിനൊക്കെ ഞാൻ ഓസിയിൽ സംസാരിച്ചില്ല. സിന്ധു എന്തൊക്കെ പറഞ്ഞു. ഇന്ന് കൗണ്ടർ ഒന്നും വന്നില്ല സിന്ധുവിന്റെ. എന്റെ കൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മള് മറ്റേ കൗണ്ടർ വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാർ വെറുതെ റീലാക്കുന്നു. അതിനെന്താ നല്ലതല്ലേ? എപ്പോഴും ഒരു കാര്യം പറയോ, നമ്മളിപ്പോൾ ഇടുന്നത് പലരും എടുത്തിടുന്നു. 2-3 ഗുണങ്ങൾ അതിനകത്ത്. കാരണം വെച്ചാൽ ഒന്ന്, ഇഫ് എവർ എനിക്കറിയില്ല അവർക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ ഇത്തരം വീഡിയോ ഇട്ടിട്ട് അവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാകുന്നു. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ലെറ്റ് ദം മേക്ക് മണി. കാരണം നമുക്ക് എത്ര പേർക്ക് പൈസ കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല. അവർ എന്തിനാ നമ്മളെപ്പറ്റി മോശം ഇറക്കുന്നവർക്ക് പോലും ഇതിപ്പം ഭൂരിപക്ഷം ഞാൻ കണ്ടതെല്ലാം നല്ലതാണ്. അത് ഒരു ഫ്രീ പബ്ലിസിറ്റി കിട്ടുന്നു, പ്ലസ് അവർക്ക് വരുമാനം കിട്ടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം അവർക്ക് ദൈവമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ഹാപ്പി, റൈറ്റ്? ചേട്ടന് കൗണ്ടർ വേണോ? എന്ത് കൗണ്ടർ വേണം? ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സംഭവം സോംബി ആയിട്ടൊക്കെ ഇറങ്ങി വരും. ഷാനിയുടെ ഏത്തപ്പഴം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിക്കാൻ. ഇഷാനി ഫുട്ബോൾ കളിക്കാൻ പോവാ. ഇനിയാണോ പോകുന്നത്? അവിടെ പോയില്ലേ? നേരത്തെ നേരത്തെ എന്റെ കൂടെ ആയിരുന്നു മറ്റേ ഡ്രസ് വാങ്ങിക്കാൻ പോയത്. സാരി മേടിക്കാനോ? എവിടെ പോയി മേടിച്ച? സിൽക്കി വേ. അതെവിടെയാ? ഹൈസിന്തിലെ ഹോട്ടലാ അവിടെ. അതുപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇരുന്ന് പപ്പടം കഴിച്ച വീഡിയോ ഇല്ലേ നമ്മുടെ അശ്വിന്റെ അമ്മ എന്ന് വിളിച്ചിരുന്നു. ഭയങ്കര ഓർഡർ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ട്രിവാൻഡ്രത്തെ മുഴുവൻ കപ്പ അവരുടെ വീട്ടിലെത്തിച്ചു. ഏറ്റവും രസം, അപ്പൊ ഞാൻ ഈ ഓൺലൈനിൽ എന്റെ ഫോണിന്റെ താഴെ ഓൺലൈനിന്റെ മെയിൽ ID വെബ്സൈറ്റിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. അപ്പൊ പലരും ചോദിച്ചു, അല്ലാതെ ഞാൻ മീനയുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. അല്ല, അച്ഛൻ പറഞ്ഞു. ഞാൻ പണ്ടെപ്പോഴും അറിയാതെ ഏതോ ഒരു ബ്ലോഗില് നമ്പർ ടൈപ്പ് ചെയ്തിട്ടപ്പോ ലാസ്റ്റ് നമ്പർ മാത്രം മാറിപ്പോയി. അങ്ങനെ അത് ഏതോ ഒരാൾക്ക് പോയി അവസാനം അയാളുടെ നമ്പർ വിളിച്ചപ്പോ ഈ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ ഐ ഫീൽ വെരി സാഡ്. ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അറിയുന്നത്. കാരണം അശ്വിന്റെ അമ്മയുടെ ഫോണിലോട്ട് കോൾ അങ്ങനെ പ്രതീക്ഷ പോലെ വന്നതും ഇല്ല. അപ്പോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഒരു നമ്പർ ഞാൻ അറിയാതെ മാറ്റിയിട്ട് പോയി. പണ്ടത്തെ ഒരു ബ്ലോഗ്, നമ്മൾ വെഡിങ്ങിന് മുന്നേ ഉള്ള ഒരു ബ്ലോഗില്. പാവം, അതാരാണോ എന്തോ ചിലപ്പോ സിമ്മ് വരെ ഒരു ദൂരം എറിഞ്ഞിട്ടുണ്ടോ. എനിക്ക് വേണ്ട ആൾക്കാർ പപ്പടം അങ്കിൾ, പപ്പടം ഒരു പാക്കറ്റ്, മാങ്ങാച്ചാർ 2, പുള്ളി എന്താ മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയ്ക്കകത്തുള്ള പോലെ ആയി കാണും. മറ്റേ തക്കിക്കുട്ടി ദോശയും മറ്റേ ചമ്മന്തി പിടിച്ചു നമ്പർ മാറി വിളിക്കുന്നത്. അയ്യോ, എനിക്ക് പണ്ട് തമിഴിലെ ആ സീരിയൽ ചെയ്തു തങ്കം സീരിയൽ ചെയ്തപ്പോ രമ്യ അവിടെ സോ പോപ്പുലർ തമിഴ്നാട്ടിൽ ഹരമല്ലേ.
രമ്യ ഒരു സീനിൽ എന്ത് ചെയ്യുന്നറിയോ? അപ്പോൾ ആരും ചോദിക്കുന്ന ആ നമ്പർ ഒന്ന് വേണമെന്ന് പറയും. ആ നമ്പർ നീക്ക് കുറച്ച് നോട്ട് പണ്ടുങ്ങന്ന് മുന്നേ നമ്പർ പറഞ്ഞത് എൻ്റെ ഫോൺ ചെന്നൈ നമ്പർ, എൻ്റെ ചെന്നൈ നമ്പർ കൊടുത്തു. അറിയാതായില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കൊരു ആപ്പ് ഞാൻ വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ആപ്പ് വെക്കാൻ, ഞാൻ വെയ് എന്ന് പറഞ്ഞ് നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് പോയി. ഡബ് ചെയ്തപ്പോൾ നമ്പർ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. രമ്യ ഒന്നാമത് സോ പോപ്പുലർ, രണ്ട് അപ്പോൾ ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യും. 2 തങ്കമസ് റേറ്റിംഗിൽ നമ്പർ 1 തമിഴിൽ സൺ ടി വിയിലും. ആൾക്കാരും എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ വയ്യ, അതിൻ്റെ നമ്പർ പൊട്ടിച്ച് കളഞ്ഞ് വേറെ നമ്പർ ഇട്ടുണ്ട്. അന്ന് എയർടെലിന്റെ നമ്പർ ആയിരുന്നു. ദീനിന്റെ അവിടുത്തെ എയർസെൽ കറക്റ്റ്, എയർസെല്ലിന്റെ. ഒരു യൂട്യൂബ് ബ്ലോഗ് ആണല്ലോ പണ്ടത്തെ സീരിയൽസ്. എല്ലാവരും അതിന്റെ മുമ്പിലല്ലേ. അത് അന്ന് എക്സ്ട്രീംലി പോപ്പുലർ ആയിട്ട്. ഞാൻ അതിനകത്ത് കളക്ടർ ക്യാരക്ടർ ചെയ്യുന്നത്, സെൽവക്കണ്ണൻ. ഇങ്ങനെ അതിനകത്ത് ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ പോപ്പുലർ. പക്ഷെ എന്നെ ആർക്കും അന്ന് അറിയില്ല തമിഴ്നാട്ടിൽ, കാരണം ഞാൻ പുതുതായിട്ട് അഭിനയിക്കാൻ ചെന്നതാണല്ലോ. പക്ഷേ സൺ ടി വി പോപ്പുലർ ആയപ്പോൾ സെൽവക്കണ്ണൻ എന്നുള്ളതിനേക്കാൾ കളക്ടർ എന്നാണ്. അപ്പോൾ ആൾക്കാർക്ക് കളക്ടർ. അപ്പോൾ രമ്യയ്ക്കാണ് ഒട്ടും ഡേറ്റ് ഇല്ല. അപ്പോൾ പരമാവധി ദിവസം ഞാൻ അഭിനയിച്ചു. അതോ വളരെ നല്ലൊരു ഭർത്താവ്, ഇതുപോലെ ഭർത്താവ് ലോകത്ത് കാണത്തില്ല. അപ്പോൾ ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് നീണ്ട കഥ എങ്കിലും പറയാം. ഗ്രീൻ ഫ്ലാഗ് ആയിരുന്നു. ഓ അങ്ങനെ. ഗ്രീൻ ഫ്ലാഗ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ മരണപ്പെട്ടിട്ട് ഞാൻ ഇതുവരെ ബലി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരാളെൻ്റെ എപ്പോഴും, ഒരാളല്ല പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് നരേന്ദ്രപ്രസാദ് സാർ എന്ന് എപ്പോഴും പറയുമായിരുന്നു ഈ ബലി ഇടുന്നതിൻ്റെ ഇമ്പോർട്ടൻസും ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഇത്രയുള്ളൂ, ചെയ്തില്ലെന്ന് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എപ്പോഴും എനിക്കിങ്ങനെ ഫീൽ ചെയ്ത് കണ്ടത് ഒരാൾ പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, രാമേശ്വരത്ത് ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെ അന്ന് അച്ഛൻ കുഞ്ഞേട്ടൻ്റെ മണ്ഡപത്തുള്ള അവിടെ താമസിക്കുന്നു, ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു. അവിടെ നിന്ന് രാവിലെ 4 മണി കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നു കുറച്ച് ലേറ്റായി. ഒരു 5-5:15 പകൽ വെളിച്ചമില്ല. അപ്പോൾ കടലിൻ്റെ തീരത്ത്, അതായത് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ. അപ്പോൾ ഏതോ ഒരു അയ്യരെയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ഈ അയ്യര് ഈ മന്ത്രങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്പീഡിൽ പറയും. എനിക്കാണെങ്കിൽ മനസ്സിലാവുന്നില്ല തമിഴ്. അപ്പോൾ ഏറ്റു പറയുമ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു കുറച്ച് പതുക്കെ പറയും, സ്ലോ ആയിട്ട് പറയും. പുള്ളി സാർ തന്നെ ഇത്രയും പേര് ക്യൂവിൽ നിൽക്കുകയാണ്, എനിക്ക് നിങ്ങളൊന്ന് എളുപ്പം തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ. അങ്ങനെ ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് എന്തോ തന്നിട്ട് ആ വെള്ളത്തിൽ പോയിട്ട് 3 തവണ എന്തോ മുങ്ങാൻ പറ്റും. അപ്പോൾ വെളിച്ചം പരപര വന്ന് ബസ്സിൽ ലോഡ് കണക്ക് തമിഴ്നാട്ടുകാർ വന്ന് ഇറങ്ങും, അമ്പലത്തിൽ വരുന്നവർ. ഇയാൾ പറഞ്ഞു സാർ എളുപ്പം വരണം എന്ന് പറയുമ്പോൾ ഈ ചുറ്റും വന്നവർ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പുള്ളി ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് தெரியாதா അത് കളക്ടർ. ഈ പുള്ളി സെക്കൻഡ് ചോദിച്ചു അയ്യോ കളക്ടർ, നമ്മുടെ ഈ സീരിയലിൽ വെച്ചിട്ട് കളക്ടർ എന്ന് പറഞ്ഞതാണ്. ഈ പുള്ളി തിരിച്ചു തന്നു സാർ നിങ്ങൾ കളക്ടറാന്ന് നീ അറിഞ്ഞില്ല കേട്ടോ, സോറി. അപ്പം ഞാൻ അത് കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ കളക്ടർ. ഞാൻ അത് സീരിയലിലെ കളക്ടർ. സാർ സീരിയല് നിങ്ങൾ നടികറാ ആക്ടറോ എന്ത് സീരിയൽ സാർ? ഞാൻ തങ്കം സാർ ഒരേ സെക്കൻഡ്. അവിടെ പൂജയൊക്കെ മുടങ്ങി. നേരെ വിളിക്കുന്നു വൈഫിനോട്, പുള്ളിയുടെ ഭാര്യ വിളിച്ചിട്ട് എന്തോ പേര് വിളിച്ച് തങ്കം തെരിയുമാ പക്കത്തിലെ കളക്ടർ ഇருக்கு. അപ്പോൾ എന്താ കളക്ടർ? അപ്പോൾ ഏതോ സീരിയൽ നീ பார்க்குற அந்த தங்கம் சீரியலில் கலெக்டர் தான் சார், கொஞ்சம் கொஞ்சம் கொடுக்கணும். പിന്നെ സാർ വൈഫ് കൊഞ്ചം പേസണം. ഞാൻ പറഞ്ഞു പിന്നെന്താ. അതിനുശേഷം എല്ലാവരെയും വെയിറ്റ് ചെയ്യിച്ചു. സാർ പതുക്കെ ചൊല്ലണം സാർ അന്ന് ആ പൂജയൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ നിൽക്കുക. ഈ 3 ഉരുള ചോറ് തന്നിട്ട് അതോടെ വെക്കണം എന്ന് പറഞ്ഞു. കാക്ക വരുമോ ഇല്ലയോ എന്ന് എനിക്കൊരു പേടിയായിപ്പോയി. പക്ഷെ ദൈവാനും കൂടി ഇത് വെച്ചതും നിറയെ കാക്കൾ. കാരണം നമ്മുടെ ആദ്യത്തെ ആയിരുന്നു ഈ കാക്കകളൊക്കെ വിശന്ന് രാവിലെ വന്നതല്ലേ, രാവിലെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ. അപ്പോൾ ആൾക്കാരെല്ലാം കൂടി ഒരു കയ്യടി അടിച്ച്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ വളരെ ഹാപ്പി ആയിട്ടുണ്ട്, 10 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഈസ് ഹാപ്പി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ആയിക്കോട്ടെ. നാളെ വാവാണ്, കർക്കിടക വാവ്, വെളിയിടുന്ന ദിവസം. അന്ന് അപ്പൂപ്പൻ മരിച്ചിട്ട് 10 വർഷം ആവുന്നതേ ഉള്ളൂ. അച്ഛൻ തങ്കത്തിൽ അഭിനയിക്കുമ്പോൾ തങ്കം അഭിനയിച്ച് എത്ര വർഷം മുമ്പാ? 2008-ലോ 2007-ലോ. 2008-ലാണെങ്കിൽ എനിക്ക് 10 വയസ്സ്. ശരിയാ, എനിക്ക് 10 വയസ്സ്. ഞാൻ ഭയങ്കര ബേബി ആയിരുന്നപ്പോൾ അപ്പൂ ഉണ്ടായിരുന്നല്ലോ. 1 വയസ്സുള്ളപ്പോൾ മരിച്ചു. മരിച്ചിട്ട് ഇപ്പൊ 25 വർഷമായി. 25-26 വർഷം. 25 വർഷം. 97. ഇവിടെ 99 എനിക്ക് 1 വയസ്സുള്ളപ്പോൾ മരിച്ചത് 99 ഓഗസ്റ്റ്. 26 years back. എനിക്ക് 27 ആയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ എ ടൈം. ഇത്രയും തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. താങ്ക് യു. ഓസി ഇവിടുത്തെ ഒരു സന്തോഷത്തിൻ്റെ ആളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയിപ്പോൾ അല്ലറ ചില സംഭവമൊക്കെ കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പോയി ഓമിക്ക് പാല് കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കും. ഹൻസിക അവന് കാവലിരിക്കും. എന്നൊക്കെ വിചാരിക്കും അവിടെ ചെല്ലുമ്പോൾ ഹൻസിയൊന്നും കാണത്തില്ല, അവിടെ വിളിക്കാൻ പോയി കാണും. അവൻ ഒറ്റയ്ക്ക് അവൻ അവിടെ എൻജോയ് ചെയ്ത് കിടക്കുമായിരിക്കും. അവനെ വെറുതെ കിടത്തിയാൽ അവൻ ഹാപ്പിയാണ്. ചുമ്മാ ഫാൻ്റെ ഒക്കെ നോക്കി കിടക്കും കുറേ. കരയത്തേ ഇല്ല. ഓക്കെ, താങ്ക് യു. ബൈ. എന്തിനാ അവളെങ്ങനെ നോക്കുന്നേ? ഞങ്ങൾ ഫുട്ബോൾ താരം അർജന്റീനൻ
എന്താണ് AFA എന്ന് വെച്ചാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. എന്താണ് AFA? എനിക്കറിയില്ല. ഓക്കെ, എല്ലാ ടീമിന്റെ ഉടുപ്പുണ്ട്. ഓ, ഇവിടെ നേരത്തെ നമ്മൾ ഫുട്ബോൾ ഇതിലാക്കണ്ടായിരുന്നു. ശരിയാ. പക്ഷേ ഇവിടെ പണ്ട് ക്രിക്കറ്റിന്റെ ആളായിരുന്നു. പിന്നീട് ഏതോ ഒരു ഫുട്ബോൾ മാച്ച് അഥവാ തലയിൽ മറ്റേ മഞ്ഞ തുണിയൊക്കെ ടസ്കേഴ്സ് എന്തോന്ന് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് വന്നപ്പോ അന്നേരം നമ്മൾ ഗോളൊക്കെ അടിച്ചവരുന്ന് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കി. അല്ല അറിഞ്ഞിട്ടായിരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നീ എവിടെ കളിക്കാൻ പോകുന്നത്? എവിടെയാണ്? ഇന്നിവിടെ മണ്ണെന്തായാലും ഒരു ടർഫ്. ഒരു ദിവസം ഞാൻ പറഞ്ഞ ഒരു ദിവസം എനിക്ക് നിന്റെ ഷൂട്ട് വരാൻ പാടില്ല. ഞാനേ ഒരു ഫുട്ബോൾ വ്ലോഗ് എടുക്കാതിരിക്കാം, പക്ഷെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് ഞാൻ എടുക്കാം എന്ന് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് എന്തുകൊണ്ട് പാവ ഹൻസിക പണ്ട് മറ്റേ ഇതിന് പൊക്കോട്ടിരുന്ന എന്തോ ജിംനാസ്റ്റിക്സിന് പൊക്കോട്ട് നമ്മള് അന്നൊന്നും നേരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇതില്ലായിരുന്നു. എന്നിട്ട് വെളിയിൽ നിന്നൊക്കെ കുറച്ച് എടുത്തു വെച്ചത് ആകെ എന്നുള്ളത്. സോ നിന്റെ 1-2 വ്ലോഗ് അല്ല 1-2 ബിറ്റ് ഞാൻ ഇല്ല, ഞാൻ എടുക്കുന്നുണ്ട് വീഡിയോസ്, പക്ഷെ അത് വ്ലോഗ് ആയിട്ടല്ല, അല്ലാതെ എടുക്കുന്നുണ്ട്. ഞാൻ നല്ല ഇമ്പ്രൂവ് ആയിട്ട് ഞാനൊരു ഗുഡ് പ്ലെയർ എനിക്ക് സ്വയം. നീ കിടിലൻ പ്ലെയർ ആണെന്നാ കേട്ടെ. അത് എവിടെന്നാ കേട്ടെന്നല്ല, ഞാൻ കുഴപ്പമില്ലാതെ കളിക്കും. പറയിപ്പിച്ചാണ് കേട്ടോ. അല്ലല്ല, ഇഷാനി കലക്കി എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അത് ചില ഗെയിംസിൽ ഞാൻ അത്യാവശ്യം നല്ല കളിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ സ്വയം ഒരു ഇത് വരണം, ഓക്കെ ഞാൻ ആക്ച്വലി കൊള്ളാം, അങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് ഇഷ്ടം കൊണ്ടത് ഫിറ്റ്നസിന് വേണ്ടിയോ? ഫിറ്റ്നസിന് വേണ്ടി തുടങ്ങിയതാണ് ഒരു ഫൺ. കാരണം എനിക്ക് ഫുട്ബോൾ എന്നുള്ള സ്പോർട്ടിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പണ്ട് ഞാൻ മറ്റേ ഇന്റർനാഷണൽ ഫുട്ബോൾ ഗെയിംസ് ഒന്നും കാണത്തില്ലായിരുന്നു. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അതിന് ISL ആയിരുന്നു ആകെ കാണുന്നത്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത്ര എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ജിമ്മിന്ന് ഫുട്ബോളിന് പോവുമായിരുന്നു. അങ്ങനെ പോയി തുടങ്ങിയ ഒരു ഫണ്ടിന് പോയി 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 എനിക്ക് എപ്പോഴും ഞാൻ ഫുട്ബോൾ കാണാറില്ല, കളിക്കാൻ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. റൂൾസ് ഒക്കെ അറിയാവോ? നമ്മൾ ഓഫ് സൈഡ് നോക്കിയല്ല കളിക്കുന്നത്. ടർഫിലാവുമ്പോ എല്ലാം ചെറുതാണ്, ബേസിക്കലി ഏരിയ ചെറുതായിരിക്കും, റൂൾസും വ്യത്യാസം കാണും. ബേസിക് റൂൾസ് അറിയാം. ആണോ? ഞാൻ ഇവളോട് പറഞ്ഞതാ, ഞാനൊരു ദിവസം എനിക്ക് നന്നായിട്ട് ഫുട്ബോൾ അറിയാം, സത്യമായിട്ട് അറിയാം. ആര് പറഞ്ഞാൽ നിനക്കാരും സംശയം, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞാൻ പറയാം, എന്നെ ഒരു ദിവസം ഞങ്ങള് പണ്ട് സ്കൂളിൽ ഇതുപോലെ എല്ലാ ഗെയിംസും കളിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നല്ല, ഷട്ടിൽ കളിക്കും, ഫുട്ബോൾ കളിക്കും, ഹോക്കി ഉണ്ടായിരുന്നു. ഷട്ടിൽ പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അവയ്ക്ക് സമയമായ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് ജേർക്കി ഗെയിംസ് ആകുമ്പോൾ നീ എല്ലാം ഇഞ്ചുറി വരും, നമ്മുടെ ലിഗമെന്റ്സിന്റെ പ്രോബ്ലം, അങ്ങനെ നിർത്തിയതാ. അല്ലെങ്കിൽ എന്ത് എൻജോയ് ചെയ്തിരുന്നു അറിയാം. അതുകൊണ്ട് എനിക്കറിയാം ഇവള് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വേറെ ആരും കളിക്കില്ല, ഇവള് മാത്രമേ ഉള്ളൂ. സംപടി നിനക്ക് സ്പോർട്സ് ഇഷ്ടമായിരുന്നു, എനിക്ക് സ്പോർട്സ് ഇഷ്ടമായിരുന്നു. നമ്മുടെ ലെഗസി കണ്ടിന്യൂ ചെയ്യാൻ ഇവൾക്ക് ലോങ് ജമ്പ് നന്നായിട്ട് ചെയ്യണേ. ആണോ? താങ്ക് യു. അതൊക്കെ പണ്ട് സ്കൂളിൽ വെച്ച് ചെയ്യുമായിരുന്നു, ഇപ്പോൾ അറിയില്ല. ഗുഡ്. ആക്ച്വലി സ്കൂള് കഴിഞ്ഞിട്ട് ഗേൾസ് സ്പോർട്സ് തീരെ ചെയ്യാറില്ല. എന്റെയൊക്കെ ഫ്രണ്ട്സ് തന്നെ നമ്മളെല്ലാരും സ്കൂളിൽ ഭയങ്കര ബാസ്കറ്റ് ബോളും അതും ഇതും ഒക്കെ. സ്കൂള് കഴിഞ്ഞിട്ട് ഇപ്പൊ കയ്യിൽ എണ്ണാന്നുള്ളവർ എത്ര മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്ട് കളിക്കാറുള്ളൂ. ഷട്ടിലൊക്കെ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് വരുമ്പോൾ വല്ലപ്പോഴും പോയി കളിച്ചാലേ, പക്ഷെ അതല്ലാതെ ആരും ചെയ്യാറില്ല. അപ്പോൾ ഐ എം ഹാപ്പി ഇങ്ങനെ എന്തെങ്കിലും ഉള്ളത്. കാരണം സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇതിന് സമയമില്ലല്ലോ. ബോയ്സ് വീണ്ടും എപ്പോഴും പോകും ഫുട്ബോളിനും അതിനും, പക്ഷെ ഗേൾസ് ആരും പോവാറില്ല. ആക്ച്വലി പോണം. അല്ല, ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. കാരണം അറിയോ, ഔട്ട്ഡോർ ഗെയിംസ് ഇൻഡോർ നല്ലതാണ്, പക്ഷെ ഔട്ട്ഡോർ ആണ് ഫിസിക്കലി നമുക്ക് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവം. അത് സ്വെറ്റ് ചെയ്യണം, നമ്മൾ എന്നും പറയുമല്ലോ, കുറച്ച് നേരം സ്വെറ്റ് ചെയ്യണം. മാത്രമല്ല നീട്ടി ശ്വാസമൊക്കെ എടുത്ത് നമ്മൾ കളിക്കുമ്പോൾ എന്തൊരു കിതക്കില്ലേ. ട്രെക്കിങ്ങിനൊക്കെ പോകും, ട്രെക്കിങ്ങിനൊക്കെ പോകും, പോയിട്ടുണ്ട്, പോയി ഹാബിറ്റ് അല്ല. നീ കുറച്ചുകൂടി സിനിമ ഫോക്കസ് ചെയ്യണം. നമ്മുടെ സിനിമയിൽ പറ്റി എന്തെല്ലാം ഫേസ് നല്ല ആക്ട്രസ് ആയി മാറും. ഞാൻ നിനക്കൊരു പ്രേ ചെയ്യും കേട്ടോ. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നീ ഒരു സ്റ്റാറാണ്. എല്ലാ പിള്ളേരും, ഞാൻ അമ്മൊക്കെ എല്ലാവരും ആവട്ടെ. അല്ല, എന്തുകൊണ്ട് ആഗ്രഹിച്ചൂടാ? നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ഓൾവേസ് ഐ ഡ്രീം, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കൊരു ഫുട്ബോൾ മൂവി എടുക്കാം. ഇനി ഫുട്ബോൾ ഇത് കോച്ച് സ്റ്റോറി ഉണ്ടോ? ഹലോ, ഇങ്ങോട്ട് വന്നേ. അശ്വിൻ ഇങ്ങോട്ട് വന്നേ. അശ്വിൻ അതിനെ ഓടിക്കളഞ്ഞു. അശ്വിൻ ക്രിക്കറ്റ് കളിക്കുന്നതാ. സ്കൂൾ പ്രിൻസിപ്പൾ നിൽക്കണം, പഠിക്കാത്ത പിള്ളേർ സൈഡിൽ കൂടെ ഓടുന്ന പോലെ അവ ഓടിപ്പോകും അതിന്റെ സൈഡിൽ കൂടെ. ഏത് സിനിമ എടുക്കണം, ഏത് കഥ എടുക്കണം? നമുക്ക് ഇഷാനി ഫുട്ബോൾ കളിക്കും, അശ്വിൻ ഏത് ഗെയിം കളിക്കും? ക്രിക്കറ്റ്. അശ്വിൻ ഇങ്ങനെ ആരും പിടിച്ചോണ്ട് നിർത്തിയല്ലോ. എങ്ങോട്ട് പോവായിരുന്നു? വണ്ടി വെച്ച് മറന്നുപോയി, അപ്പൊ എടുത്തിട്ട് അപ്പൊ ഞാനും എന്നാ പതുക്കെ അങ്ങോട്ട്. ശരി, തകർത്തിട്ടോ. ഓക്കെ,
ഓരോരുത്തരെ കൊണ്ട് നിർത്തി ഓരോരോ ബിറ്റ് ഉണ്ടാക്കി ഒരു വ്ളോഗ് നിറയ്ക്കുക. ഓക്കെ, അത്ര. ഓക്കെ, റൈറ്റ്. പിന്നെ ഇന്ന് ഓഫീസിൽ പോയപ്പോൾ പച്ചക്കറിക്ക് ഇത്രയും വിലയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, ഞാൻ വാങ്ങിക്കാറുണ്ട് ഓഫീസ്, പക്ഷെ ഞാൻ ഇന്ന് കുറച്ചധികം വാങ്ങിച്ചു. പക്ഷെ നല്ല പച്ചക്കറി. ഇപ്പൊ എല്ലാരും പിന്നെ പോകുന്ന വഴി അതിന്റെ ഒരു വീഡിയോ ഇടാം. ചേട്ടൻ എത്ര വർഷമായി കടയിൽ പോയി പച്ചക്കറി വാങ്ങിയിട്ട്? ഞാൻ ഓഫീസിൽ വാങ്ങിക്കുന്നതല്ലേ, പക്ഷെ ഇന്ന് കൊള്ളാം. എന്റെ ഒരു എന്തോ കാണുന്നില്ലേ? അപ്പൊ ശരി, ഞാൻ നിന്റെ അപ്പൊ വിശേഷം. പച്ചക്കറി വാങ്ങിച്ചതിന്റെ ബ്ലോഗിന്റെ ബാക്കിയിലിടട്ടെ. ഓക്കെ, ഞാൻ അവരെന്തോ തപ്പുന്നു, ഹെൽപ്പ് ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ. ഈ കോവിഡ് ഉണ്ടായപ്പോൾ പലർക്കും ധാരാളം നഷ്ടമൊക്കെ ഉണ്ടായെങ്കിലും എല്ലാ കാര്യങ്ങൾക്കൊരു പ്ലസ്സും മൈനസും ഉണ്ടാവുമല്ലോ. ഈ പ്ലസ്സായിട്ട്, അതായത് നല്ല വശങ്ങളിലൊന്നാണ് എല്ലാവരും പച്ചക്കറിയൊക്കെ കൃഷി തുടങ്ങി വീട്ടിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരത് നല്ലൊരു സ്ഥലം നോക്കി അവർ തന്നെ വിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓഫീസിലോട്ട് പോകുമ്പോൾ പലപ്പോഴും ഈ സഹോദരി ഇവിടെ വിൽക്കുന്ന കാണാറുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ വണ്ടി നിർത്തി പേരൊക്കെ ചോദിച്ചു. പേര് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതും സിന്ധുവാണ്. അങ്ങനെ ഞങ്ങളത് കുറേ പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ വ്ളോഗ് കാണാറുണ്ട്, സിന്ധുവിൻ്റെയും കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി നമുക്ക് വലിയായിട്ട് മരുന്നൊന്നും അടിക്കാത്തതാണ്. അപ്പോൾ ഇവരിപ്പോൾ കുറച്ച് വെള്ളാടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഇവർ കൃഷി ചെയ്യുന്നത് കൊണ്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു, പൈസയൊക്കെ കൊടുത്ത് വളരെ സന്തോഷമായിട്ട് ഓഫീസിൽ പോയി. അപ്പോൾ അവിടെ ഓഫീസിൽ നല്ലൊരു കുക്കിനെയും കൂടി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ ഒരു യോഗം ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്, എനിക്കും ഓഫീസിലുള്ളവർക്കും. ഓക്കെ, ബൈ. നീ എവിടെ പോകുന്നു? അതൊന്ന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ വീട് എന്തായാലും വന്ന് അത് തുണി നനച്ച് നമ്മൾ മടക്കി വെച്ച് മുകളിലോട്ട് കൊണ്ടുപോകണം. ഞാൻ ടെറസിൽ നിന്ന് കൊണ്ടുവന്ന ഇന്ന് കുഞ്ഞിവിടെ ഹാളിൽ കിടക്കുമായിരുന്നേ. അപ്പൊ അവന് ഓസി കുളിച്ചോണ്ടിരുന്നപ്പോ അവന് കാവല് നിൽക്കണം, എനിക്ക് പണിയും ചെയ്യണം. അങ്ങനെ ഞാൻ ഇവിടെ ഇട്ട് എല്ലാം മടക്കി. നോക്ക്, അത്രയും ഇവന്റെ ഡ്രസ്സാ. ഇവൻ വലിയ ആളാ, ഇവനിപ്പോ ഒരു ലോഡ് ഡ്രസ്സാ. നോക്ക്, ഇത്രയും അവന്റെ ഡ്രസ്സാ. The most important person ഇപ്പൊ ഇവിടുത്തെ. ഇപ്പൊ അവ ഇവിടുത്തെ ഹീറോ. ഞാൻ ഇഷാനിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് പോകാം. അപ്പൊ കിച്ചുവിന്റെ വെജിറ്റബിൾ വാങ്ങിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടോ? പുള്ളി അറിയട്ടെ പച്ചക്കറിക്കൊക്കെ എന്താ വിലയെന്ന്. ഒരു വിവരം ഇല്ലാതിരിക്കും പച്ചക്കറിക്ക് എന്താ. 1 കിലോ സവാളക്ക് എന്താ വില? ഓ, വിനോദയാത്ര സിനിമയിൽ മറ്റേ മീര ജാസ്മിൻ ആദ്യം പറഞ്ഞു കൊടുക്കും, ദിലീപ് ഇത് വീട്ടിൽ ചെന്നിട്ട് വീണ്ടും തിരിച്ചടിച്ചു കൊടുക്കും. എന്നാ 1 കിലോ സവാളക്ക് എന്താ വില? ഇന്നപ്പം അതല്ല നമ്മുടെ വിഷയം. നീ ഇപ്പൊ ഗേറ്റ് തുറന്നത്. അറിയാം, വീഡിയോ എടുക്കുന്ന നമുക്ക് അറിയാം. അതാണ് അവളുടെ ക്യാമറ നോക്കാതെ പോകുന്ന കള്ളി. സ്റ്റൈലായിട്ട് എടുക്കാൻ വേണ്ടിട്ട് സ്റ്റൈലായിട്ട് എടുത്തല്ലേ? അതെ, അതാണടാ ഇത് ആർട്ടിസ്റ്റ്. നീ രക്ഷയില്ല, നീ എല്ലാരും ആക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് ആക്കിങ് പീപ്പിൾ. ഇഷാനി വണ്ടി ഓടിച്ചാലും നീ തളരുന്ന എന്തിനാണ്? ഈ വീട്ടിൽ ആര് വെളിയിൽ പോയാലും ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും ഞാൻ ഈശ്വര. ഞാനേ വണ്ടി കുടിച്ചു പോകുമ്പോൾ ഈശാൻ്റെ എപ്പോഴും എന്തുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ വളരെ സൂക്ഷിച്ചു പോകണം. അഥവാ ആരെങ്കിലും കൊണ്ട് തട്ടിയാലും കയറിയുണ്ട് വിട്ടേക്കാന്നൊക്കെ പറയാൻ കാര്യം പറയും. റോട്ടിൽ പല തരത്തിലുള്ള ടെൻഷൻസാണ്. ഞാൻ ഇന്ന് തന്നെ രാവിലെ ഞങ്ങൾ പോകുമ്പോൾ പൊതുവെ എപ്പോഴും കാണുന്നത്, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അതായത് ഇപ്പം മഴ സീസണാണ്, 2 വീലറിൽ പോകുന്ന പലരും ഒരു റെയിൻകോട്ട് എടുത്ത് വെക്കത്തില്ല. ഇങ്ങനെ വെയിലായിട്ടിരിക്കും, പെട്ടെന്ന് മഴ. അങ്ങോട്ട് തിരിക്കണം. എന്തിന്? അല്ല, നമ്മൾ സംസാരിക്കുന്നത് ഞാൻ വെറുതെ ഡമ്മി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നിനക്ക് ചോദിച്ചു, നീ ഒന്ന് പറയാത്തോണ്ട് ഞാൻ പറയായിരുന്നു. എന്നോട് എനിക്ക് സംസാരിക്കാനൊരു ഓക്കെ, നീ പറഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്. അല്ല, എന്താ ഞാൻ പറയണ്ടേ? ഇഷ്ടമുള്ള പറയാം. അപ്പൊ കാർ ഓടിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് തട്ടിയാ ഓക്കെ ചേട്ടാ, താങ്ക് യു, ബൈ എന്ന് പറഞ്ഞിട്ട് പോവാം. ഇതൊക്കെ പറഞ്ഞോണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മൾ വളരെ വിട്ടുകൊടുക്കുന്നത്. ഇതെല്ലാം ന്യായം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ചെറുതായിട്ട് തട്ടി, വലിയ ഒന്നും ബന്ധം, പക്ഷേ ഭയങ്കര മിസ്റ്റേക്ക് ഒരു സ്ഥലത്ത് വെച്ച് തട്ടിക്കയറി. ഞാൻ കയറി കഴിഞ്ഞ് ഞാൻ വണ്ടിയിൽ നിന്നാലും എന്തായാലും വണ്ടിയുടെ നമ്പർ എടുത്തിട്ടുണ്ട്. അയാളെ വിളിച്ച്, സഹോദരൻ എവിടെ ഉണ്ടെന്ന്, ഒരു നേരം ഭക്ഷണം കഴിക്കണം പറയും. വളരെ മോശമായിപ്പോയി. തെറ്റൊക്കെ പുള്ളിയെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് ഒരു കൈയുടെ റോങ് ആക്ഷൻ പുള്ളി നമ്മളെ കാണിച്ചു. അതിൽ ഞാൻ ചാടി ഇറങ്ങി. കാരണം നമുക്കതങ്ങ് ചാടി ഇറങ്ങിയ നമ്മളങ്ങനെയും ചെയ്തില്ല. അല്ല, അതെന്തറിയോ, പിന്നെ ഞാൻ വിചാരിച്ചു വളരെ തെറ്റായ നടപടിയായിപ്പോയി.
കാർ ഓടിക്കാൻ അറിയണത് എന്നോടാണ് പറയണത്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വല്ലവരും ഇടിച്ചാൽ എന്ത് ചെയ്യണം? അല്ല, തട്ടിയ ഇൻഷുറൻസ് ഉണ്ടേ. നമ്മളൊരിക്കലും അൺവാണ്ടഡ് ഒരു പ്രഷർ ലൈഫിൽ ഉണ്ടാക്കി കൊതു നമ്മൾ സംസാരിക്കും, ആരെങ്കിലും ഹേർട്ട് ചെയ്യും. ഇങ്ങനെ ആലോചിക്കും, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്നാലും ചിലരൊക്കെ മനഃപൂർവ്വം കൊണ്ട് ചിരിക്കാറുണ്ട് കേട്ടോ. മനഃപൂർവ്വം ആയിരിക്കാം, പക്ഷെ മനഃപൂർവ്വമല്ല. പക്ഷെ നമുക്ക് ഞാൻ ചിലരൊക്കെ പറയുമ്പോൾ എപ്പോഴും സ്ലോ ആയിട്ട് പോവാം, സ്റ്റോയിൻ്റെ അല്ല, കൺട്രോളിൽ പോവാം. അതെപ്പോഴും നല്ലതാണ്. കാരണം ഒരു വണ്ടിയിലോ ഒരാളുടെ ദേഹത്തോ ഒക്കെ തട്ടുക എന്ന് പറയുന്നത് സ്ലോ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൺട്രോൾ. തീർച്ചയായും. ലൈക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ റോങ് സംഭവിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പുതിയതായിട്ട് വന്ന ഡ്രൈവേഴ്സിനോട് പറയും വളരെ സ്ലോയിൽ. നമ്മളിപ്പോൾ ധൃതി വെച്ച് പോയാലും ആ സ്ലോയിൽ പോയാലും ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ എത്തേണ്ടടുത്ത്. അതെ അതെ അതെ, പ്രത്യേകിച്ച് സിറ്റിക്കകത്ത് ഡെഫിനറ്റ്ലി 5 മിനിറ്റ്. നമുക്ക് ഒരു എമർജൻസിക്ക് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് മിസ്സാവും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇച്ചിരി സ്പീഡ് എടുക്കാം. അല്ലെങ്കിൽ എത്രത്തോളം സ്ലോ ആയിട്ട് സിറ്റിയിൽ പോകാൻ പറ്റും അത്രയും നല്ല സമാധാനമായിട്ട് നമുക്ക് കംഫർട്ട് വെച്ചപ്പോൾ ഡ്രൈവർ ഓടിക്കുമ്പോൾ അടുത്തിരിക്കണം. നമുക്കിപ്പോൾ നമ്മുടെ ഒരു മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റണം. പക്ഷേ എൻ്റെ എത്രയോ ഡ്രൈവേഴ്സ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കണം പേടിച്ച് ഓക്കെ ഇങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്ന് നിനക്ക് അവരത് ഓടിക്കാൻ അറിയാത്ത നീ ഇത്ര ചവിട്ടി ഓടൊക്കെ അറിയാവുന്നവർക്ക് അപ്പം ഞാനിവിടെ ആക്സിലേറ്ററും മറ്റേ ബ്രേക്കിലൊക്കെ ഇട്ട് ചവിട്ടിക്കൊണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്നത്. ഇപ്പം ഇപ്പോൾ ആൾക്കാരൊക്കെ ചവിട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ച് ആ ചവിട്ടുന്ന കാല് കാണിച്ച് ഇങ്ങനെ അമ്മ ഇങ്ങനെ കാല് കുടയുന്നു. ഇങ്ങനെ 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 വെറുതെ ഇരിക്കുമ്പോഴും മൊബൈൽ ഉപയോഗിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പറയുക, കാലുകൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഈ കൈയൊക്കെ ഇങ്ങനെ നമ്മുടെ മൂവ്മെന്റ്സ് ഇല്ലേ ഞാൻ എന്നും ചെയ്യുന്നുണ്ടല്ലോ. വെറുതെ ഇരിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം വെറുതെ ഒക്കെ ചെയ്ത ആൾക്കാരേക്കും വട്ടാണ്. അതിപ്പോൾ അല്ലെങ്കിലും വിചാരിക്കുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ മൂവ്മെന്റ്സ്. കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് എഴുതിയിരിക്കുക, നീ തിരിച്ചു കൊണ്ടെടുക്കുമോ? പറയുന്ന കേട്ടാൽ എല്ലാവർക്കും ലോങ് ലൈഫ് കിട്ടുമെന്നല്ല, എന്തെങ്കിലും കാണുമ്പോൾ ഞാനായിരിക്കും നല്ല പോയിന്റ്സ് ആണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പരമാവധി നടന്നുകൊണ്ടിരിക്കുക. കാരണം ലോങ് ലൈഫിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് തലയിലെഴുത്ത് വേണം. തലയിലെഴുത്തുണ്ടെങ്കിൽ നമ്മൾ കിടന്നു പോയിരിക്കാൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോൾ വന്നു, നടന്നുകൊണ്ട് സംസാരിക്കുക. നമ്മുടെ ഇരിപ്പാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ മനുഷ്യർ പണ്ടൊക്കെ എല്ലാ കാര്യത്തിനും നടക്കണം. ഒരു കടയിൽ പോയി ഒരു പഴം വാങ്ങിക്കണം, അപ്പുറം കടയിൽ പോയി വാങ്ങിക്കണം. ഇന്ന് ഒരു സാധനത്തിന് പോകണം, മൊബൈലിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇൻസ്റ്റാമാർട്ട് അല്ലെങ്കിൽ മറ്റേ അവരുടെ സ്വിഗ്ഗി അല്ലെങ്കിൽ ആരാ കൊണ്ടുവരുന്നത്, വേറെ ബ്ലിങ്കിറ്റ്, ബാംഗ്ലൂരിൽ മറ്റേ സെറ്റ് ഞാനും കൊണ്ടുവരും. അല്ല അതാ അത് അടുത്തത് ഇവിടെ കൊണ്ടുവന്ന് സിന്ധു ഒരു ചായ കയറി വെച്ചാൽ നീ ഇവിടെ മാറി കൊണ്ടുവരും. ഇല്ല ഞാൻ കൊണ്ടുവരൂല. ഇനി കൊണ്ടുവന്നാൽ നിനക്ക് നടക്കാന്ന് പറയും. നിന്റെ ആരോഗ്യത്തിന് എനിക്ക് അതി കുറച്ചുള്ള ആരോഗ്യം എന്നാൽ അത്രയും മതി. ഞാൻ വരും, എൻ്റെ ആരോഗ്യം നന്നാക്കിയിട്ട് സിന്ധു ചായ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയും. ഇനി എന്നെ വിളിച്ചാൽ ഞാൻ വരത്തില്ല. അല്ല, ഒരു കാര്യം നടന്നുകൊണ്ടേയിരിക്കുക, കീപ്പ് ഓൺ മൂവിങ്. നമ്മൾ ഇരുന്ന് പോരുത്. കാരണം ഇപ്പം തന്നെ റീൽസോ മറ്റേ കണ്ടോണ്ടിരുന്നത് ഞാനിങ്ങനെ കുറേ കഴിയുമ്പോഴാണ് ഏകദേശം അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കും. ചിലപ്പോൾ അത് കൂടുതൽ. പിന്നെ എല്ലാം കാണും യൂട്യൂബിനകത്ത് പോയിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം കണ്ടുകൊണ്ടിരിക്കും. കാരണം ന്യൂസ് കാണും. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെ നടക്കുന്നു നമുക്കറിയണം. ഓക്കെ, ഇന്ന് കിച്ചുവിൻ്റെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണ് നടന്നത്? കുറേ അധികം കാര്യങ്ങൾ. ഞങ്ങളിന്ന് ഓഫീസിൽ പോയിട്ട് കുറേയധികം ലെറ്റേഴ്സ് പലർക്കും അയക്കാനുണ്ടായിരുന്നു. ലീഡേഴ്സിന് അയക്കാനുണ്ട്, അല്ലാതെ ചില കാര്യങ്ങളെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടി അയക്കണമായിരുന്നു. ഇങ്ങനെ ഓഫീസിൽ ഇരുന്ന കുറേ ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യും, അയക്കും, റിപ്ലൈ വരും, മെയിൽ അയക്കും, അങ്ങനെ പലതും ചെയ്യും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെ രാവിലെ പോവും. ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിനകത്ത് നമ്മുടെ പാർട്ടിയുടെ ആൾക്കാർ വിളിക്കും, അവിടെ ഒരു മരണം നടന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ സൂവിലരിക്കുന്ന ഒരാളുണ്ടാവും, അവിടെ കയറി ഇങ്ങനെ കുറേ ആൾക്കാരുടെ സമ്പർക്കം നടത്തുന്ന ഇറ്റ്സ് എ നൈസ് ഫീൽ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഈ മഴക്കാലം ആകുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നൊരിതുണ്ട്. 2 വീലർ പോകുന്നവരിൽ നല്ലൊരു ശതമാനം ആൾക്കാരുടെ റെയിൻ കോട്ട്സ് കാണത്തില്ല, അല്ലെങ്കിൽ തന്നെ റെയിൻ കോട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് എടുക്കാൻ മെനക്കില്ല. അപ്പോൾ അവരെന്ത് തൊട്ടപ്പുറല്ലെന്ന് പറഞ്ഞ് സ്പീഡ് കൂട്ടും. ഒരു പോക്കാണ് ആ സമയത്ത്. ഇന്ന് കണ്ടൊരു ആക്സിഡൻറ്റ് വെച്ചാൽ ഇതേപോലെ നമ്മളെ വാക്കില്ലാതെ ഓവർടേക്ക് എടുത്തും പോയി അപ്പുറത്തൊരു വളവിൽ ചെന്ന് ഇടിച്ചു വീഴുന്നു, തൂക്കിയിടുന്നുണ്ട്, ആശുപത്രിയിൽ പോയി. പിന്നെ അത് 2 കാര്യത്തിലുണ്ട്. ബേസിക്കലി ആദ്യത്തെ ചാറ്റൽ മഴ പെയ്യുമ്പോഴത്തേക്ക് പൊതുവെ പറയപ്പെടുന്നത് ഈ ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തതിൻ്റെ കാര്യം, എല്ലാ വാഹനങ്ങളും ഈ പഴയ വാഹനങ്ങൾ പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഇറ്റിയിട്ട് ഓയിലും അതിൻ്റെ ഫ്യൂവൽ, ഇപ്പോൾ ഡീസൽ, പെട്രോളൊക്കെ റോഡിൽ വീഴുമ്പോൾ ഈ മഴ സമയത്ത് വെള്ളവും ഇതും കൂടി ചേർന്നിട്ട് ഒരു ഗ്രീസ് പരിപോവും. നല്ല മഴ പെയ്താൽ ഇതങ്ങ് ക്ലിയറായി പോകും. പക്ഷെ ആദ്യത്തെ മഴയത്ത് ഇതൊരു ചെറിയ സ്കിഡ് ഇതിലായിരിക്കും. അതുകൊണ്ട് ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ചെറിയ വീട് തൊട്ടടുത്താണ്, റെയിൻകോട്ട് ഇടണ്ട, അല്ലെങ്കിൽ റെയിൻകോട്ട് കാണത്തില്ല. ഉണ്ടെങ്കിൽ മഴ സമയത്ത് റെയിൻകോട്ട് ഇട്ടിട്ടങ്ങ് പോവുക. 1-2 മിനിറ്റ് അല്ലെങ്കിൽ കൂടി 1-5 മിനിറ്റ്. അത് നമ്മുടെ മനസ്സൊന്നും കാണിച്ചില്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാവും. മാത്രമല്ല ഈ ഓയിൽ സ്ലിപ്പറി ആയിട്ട് കിടക്കുന്നുണ്ട്, പതുക്കെ പോവുക. ഇതൊക്കെ പറഞ്ഞ് നാളെ നമ്മളോട് വണ്ടി ഇരിക്കുന്ന അറിയില്ല, പക്ഷേ എങ്കിലും
പലതും കാണുമ്പോൾ നമുക്ക് നെഞ്ചിടിപ്പ് കൂടിപ്പോവും. ചിലരുടെ പോക്ക് കാണുമ്പോൾ ഈ ഒന്നും പറ്റില്ലെന്ന് നമ്മൾ പറയും. കാരണം ആ പറ്റുന്ന ആളുടെ വേദന മാത്രമല്ല, ഇവരുടെ വീട്ടിൽ കുടുംബക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഈ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നതുകൊണ്ട് പരിക്കേറ്റവർ മരണമടഞ്ഞവരൊക്കെ വീട്ടിൽ പോകുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെയാണ് മരണപ്പെടുന്നത്. വീട്ടുകാർക്കുണ്ടാകുന്നൊരു ദുഃഖം അപാരമാണ്. അതുകൊണ്ട് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. പരമാവധി ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവർക്കല്ല ഞാൻ കൂടുതലും പറയുന്നത്. ഞാൻ എപ്പോഴും യങ്സ്റ്റേഴ്സിന് പറയും. ഞാൻ ഈ പറയുന്ന എല്ലാം ചെറുപ്പക്കാർ കേൾക്കും. കാരണം നമുക്കെല്ലാം ലൈഫിൽ ഇനി സാധ്യതകൾ കുറവാണ്. യങ്സ്റ്റേഴ്സ് ഇനി ഇഷ്ടം പോലെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടവരാണ്. ദേ ആർ ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കൺട്രി ഓർ ഹോൾ യൂണിവേഴ്സ് തന്നെ അവരുടെ കയ്യിലാണ്. അപ്പോൾ അവർക്ക് നല്ലത് വരാൻ വേണ്ടി അവരോട് പറയും. മാതാപിതാക്കൾ ഇത് കേൾക്കുകയാണെങ്കിൽ പറയണം, മക്കൾക്ക് മഴയത്തെന്നല്ല അല്ലെങ്കിലും പതുക്കെ പോവുക. നടന്നെത്തുന്നതിനേക്കാൾ വേഗത്തിൽ വണ്ടിയിലെത്താലോ. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല. ബൈക്ക് ഓടിക്കാൻ അറിയാമോ? പിന്നെ ഞാൻ പണ്ടൊക്കെ നമ്മൾ ബൈക്കല്ലേ, നമുക്ക് സ്വന്തമായിട്ടൊരു ബൈക്ക് ഇന്നൊരു ജീവിതത്തിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അറിയാം, കൂട്ടുകാരുടെ ബൈക്കൊക്കെ ഓടിച്ചിട്ടില്ലേ. വിനു എൻ്റെ കൂടെ പഠിക്കുമ്പോൾ വിനുവിൻ്റെ SD എന്നൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഷാഫിയുടെ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. അനുരാജിൻ്റെ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. സൂരജ് എന്ന് പറഞ്ഞ പട്ടത്ത് പുള്ളിയുടെ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. അജിത്തിൽ നിന്ന് മുന്നേ പട്ടത്ത് നമ്മുടെ കോളനിയിൽ അജിത്തിൻ്റെ സ്കൂട്ടർ, വെസ്പയുടെ സ്കൂട്ടർ ഉണ്ടായിരുന്നു. പലരുടെയും കാറ് തന്നെ നമുക്ക് അച്ഛന് പണ്ട് കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാറൊക്കെ വിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഹാജയാണ് നമ്മുടെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ ഹാജയാണ്. ഹാജയിൽ നിന്ന് നമ്മൾ പലതും പഠിച്ചത്. മുന്നോട്ട് ഓടിക്കുന്നതും പുറകോട്ട് ഓടിക്കും. ഹാജ റിവേഴ്സ്. ഹാജിക്കയുടെ കാറ് കിച്ചുവിനെ ഓടിച്ച് പഠിക്കാൻ തരുമായിരുന്നു. കിച്ചു എവിടെ കൊണ്ടൊക്കെ ഇടിച്ചില്ലേ? അങ്ങനെയല്ല, ഹാജയ്ക്കിനെ കുറേ കാറുണ്ടായിരുന്നു. അതിനകത്ത് ഇവിടെ ഹാജ ഒരു പഴയ കാറ് വാങ്ങിച്ചു, ഫിയറ്റിൻ്റെ. വളരെ ഇഷ്ടപ്പെട്ട് പെന്നെ തന്നു. അവിടെ പാർക്കിംഗ് സ്ഥലത്ത് എൻ്റെ വീട്ടിൽ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നു. ഒരു ദിവസം കനത്ത മഴ, രാത്രി 1 മണി 2 മണിയാകുന്നുണ്ട്. ഈ കാറിനാണെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഒന്നും കാണാൻ പോയി. ഇന്നത്തെ പോലെ ഈ സ്ക്രീനൊന്നും ഇല്ലല്ലോ, നമുക്ക് ക്യാമറയൊന്നും ഇല്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച് എടുത്തെടുത്ത് പരമാവധി ഒതുക്കിയാൽ ആർക്കും ശല്യം വേണ്ട. എന്തോ ഒരു സൗണ്ട് മാത്രം കേട്ടു. അപ്പോൾ ഈ കേബിൾ TV പണ്ട് ഈ കാറ്റാടിക്കടയിലാണ് ഇങ്ങനെ കേബിൾ ഇങ്ങനെ ഇടക്കി ഒരു കാറ്റാടിക്കടയിൽ തട്ടിയത് ഓർമ്മയുണ്ട്. അത് ഒടിഞ്ഞുകൂടി അവിടെ ഈ ഏരിയയിൽ എത്ര കാറ്റാടിക്കട ഒടിഞ്ഞു വീടുമെന്ന് അറിയില്ല. ഞാൻ മിണ്ടാതെ കാറിനെ മാറ്റിയിട്ടിട്ട് വീട്ടിൽ കയറി കിടന്നുറങ്ങിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ രാവിലെ വന്നവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കാറിനൊന്നും വലിയ തെറ്റ് പറ്റില്ല. പഴയ കാറിൽ ഒന്നും പറ്റിയില്ല. ഒരു ചെറിയ ഒരു ഡെൻറ്റ് പോലെ എന്തോ വന്നു, അത്ര. അപ്പോൾ അന്ന് കേബിൾ TV എല്ലാവർക്കും ഇല്ലാതായി. രാവിലെ അവിടെ അതല്ല, ആരെയും എൻ്റെ അച്ഛനമ്മയൊക്കെ ചേർത്ത് വിളിച്ചോണം. ആരാടാ കൊണ്ട് വിളിച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞു കാണും. നമ്മളവിടെ ചെന്ന് എന്ത് പറ്റി, എൻ്റെ ചേട്ടാ ആരും അറിയില്ല, തള്ളി താഴെ ഇട്ടിട്ട് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊടുക്കണമനൊക്കെ 2 ഒരു മനുഷ്യന് മാന്യമായിട്ടൊരു കച്ചവടം ചെയ്ത് ജീവിക്കാനും സമ്മതിക്കില്ല എന്നൊക്കെ നമ്മൾ തള്ളി. അജിത്ത് കേൾക്കുന്നുണ്ടാവും. അജിത്തിൻ്റെ ഒക്കെ അയ്യോ ശരിയടേ, കുറേ ആയി പോകുന്നല്ലേ. ഇന്ന് രാവിലെയൊക്കെ ജിമ്മിൽ പോയപ്പോൾ 2 വീഡിയോസ് എടുത്തിട്ട് നല്ല രസമാണ്. രാവിലെ എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യുന്നു, വിയർക്കുന്നു, ഒരു സുഖമാണ്. എന്തായാലും എൻ്റെ വീഡിയോസിൻ്റെ അത്രയൊന്നും ആവത്തില്ല. നിന്റെ വീഡിയോ വേറെ ലെവലടേ. ജിം വീഡിയോ കുറിച്ചാണ് പറയാൻ. ജിം വീഡിയോ ഞാൻ കണ്ടില്ല. ഞാൻ അവിടെ എന്താണെന്ന് അറിയാം, ഞാൻ പലപ്പോഴും ട്രെയിനറിൻ്റെ കൂടെയൊക്കെ നല്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ ട്രെയിനറിനെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും. പക്ഷെ അവിടെ എപ്പോഴും മ്യൂസിക് ഇട്ടിരുന്നു. ഞാൻ ഇനി ഒരു 5 മിനിറ്റ് മ്യൂസിക് കട്ട് ചെയ്തിട്ട് എടുക്കുക. കാരണം ഈ പലരും എൻ്റെ അടുത്ത് എന്താ മ്യൂസിക് ഉള്ളപ്പോൾ എടുത്താൽ മ്യൂസിക്കിൻ്റെ റൈറ്റ്സിൻ്റെ പേറ്റൻറ്റിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ ഈ ഇതിലെന്താ അവർ പറയുന്നത്, യൂട്യൂബിൽ സ്ട്രൈക്ക് വരും അല്ലേ, കോപ്പിറൈറ്റ്. ഓക്കെ, അതിൻ്റെ ഇഷ്യൂസ് വരും. അതുകൊണ്ടാണ് നമ്മൾ പൊതു സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കോപ്പിറൈറ്റിൻ്റെ റൈറ്റുള്ള മ്യൂസിക്കാണ് കിടക്കുന്നതെങ്കിൽ നമുക്കത് ഇഷ്യൂ വരും. ഓക്കെ, എന്റെ കുറച്ച് എടുക്കാനും പറഞ്ഞ് കുറച്ച് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് എന്തെങ്കിലും പോയിന്റ് പറഞ്ഞു. ഞാൻ ഇപ്പൊ അങ്ങോട്ട് തിരിക്കാൻ പോകും. എനിക്ക് എന്ത് പോയിന്റ് പറയാനുള്ളത്? ഇഷ്ടമുള്ള പറ. എന്തോടാ ചോദിക്ക്, ഞാൻ ആൻസർ ചെയ്യാം. എനിത്തിങ് അണ്ടർ ദ സൺ യു ആസ്ക് മീ. ഇപ്പൊ ചോദിക്കാം. എന്ത് ചോദിക്കും? അത് ഞാൻ പറയത്തില്ല. ചോദിക്കും. ഓസി ഇപ്പോൾ 1 പ്രസവിച്ചു, നീ 4 പ്രസവിച്ചാണ്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ടോപ്പിക്കിൽ പൊതുവെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അധികം പ്രസവിക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നീ ഓസിയും തമ്മിൽ സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? ഓസിക്ക് ഒന്നേ എങ്ങനെയെങ്കിലും എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓസിക്ക് ഇനി 2, 3 അങ്ങനെയൊന്നും അങ്ങനെ താല്പര്യം ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ പറയുന്നത്. നിന്റെ പൊതുവെയുള്ളൊരു വീക്ഷണം ചെറുപ്പക്കാരുടെ ഇടയിൽ എങ്ങനെയാണ്? കുട്ടികൾ കൂടുതൽ വേണമെന്നാണോ വേണ്ടെന്നാണോ? ഒരുപാട് പിള്ളേരൊന്നും വേണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കില്ലായിരുന്നല്ലോ. ഒരുപാട് പിള്ളേർ വേണമെന്ന് ആഗ്രഹം നമുക്കങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ അടുത്ത് പലരും പറയുന്നത് വെച്ചാൽ പലപ്പോഴും ഇങ്ങനെ വിദേശ യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ പുറത്തുനിന്ന് വരുന്ന എന്നേക്കാൾ, അല്ലെങ്കിൽ എൻ്റെ പ്രായം അല്ലെങ്കിൽ എന്നേക്കാൾ കുറച്ച് താഴെ 50s പക്ഷെ പറയാം, നിങ്ങളുടെ പിള്ളേരും നിങ്ങളുടെ ഫാമിലിയെ കാണുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നു, ആലോചിക്കുമ്പോൾ ഹാവിങ് സോ മെനി ചിൽഡ്രൻ ഇസ് റിയലി ഗുഡ്. അല്ല, ഞാനപ്പോൾ ഒരു പോയിന്റ് ഇപ്പോൾ ഇട്ടുതരാം. അപ്പോൾ അദ്ദേഹം പലരും പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ഫാമിലി കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അന്ന് ആക്ച്വലി ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴത്തേക്ക്
നമുക്ക് പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയായിരുന്നു ആലോചന, ഒരു കുട്ടി മതി എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ആ മോള് പഠിച്ച എവിടെ ജോലിയായി, ഇപ്പം ഞങ്ങൾക്ക് ഒറ്റപ്പെടലാണ്. പക്ഷെ മക്കളുണ്ട്, ചിലർ നോക്കാൻ പറ്റണമെന്നില്ല, എങ്കിലും ഇങ്ങനൊരു പോയിന്റ് വളരെ ഇതായിട്ട് പറയാം. എനിക്ക് അന്നേരം സന്തോഷം തോന്നും നമ്മുടെ ഫാമിലിയെ പറ്റി നല്ലത് പറയുമ്പോൾ. അവരുടെ അത് ഓർക്കുമ്പോൾ ശരിയാണല്ലോ, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവമുണ്ട്. നിൻ്റെ അതിനകത്തൊരു വ്യൂ? എൻ്റെ ഒരു വ്യൂ ആക്ച്വലി ഞാനെങ്കിൽ കല്യാണം കഴിച്ച സമയത്ത് നമുക്ക് ഉടനെ ഒരു കുഞ്ഞ് വേണമെന്ന് പോലും നമുക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലാൻ ഒന്ന്, നമുക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്ന പ്ലാൻ മറ്റൊന്നാണല്ലോ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അമ്മ വരുന്നു. അമ്മ വന്നു കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലി രണ്ടാമത്തെ കുട്ടി ഉടനെ വേണം എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കും, മൂത്ത കുട്ടി നഴ്സറിയിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പലർക്കും അഡ്വൈസ് കൊടുക്കാറുണ്ട്. ചിലർ ശ്രദ്ധിക്കാറുണ്ട്, ചിലർ മൈൻഡ് ചെയ്യാറില്ല. എന്നുവെച്ചാൽ ആദ്യത്തെ കുട്ടിക്ക് ഒരു 1.5 വയസ്സാകുമ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് 2.5 വയസ്സാകുമ്പോൾ രണ്ടാമത്തെ കുട്ടി ജനിക്കും. അപ്പോൾ ഈ മൂത്ത കുട്ടി അപ്പോൾ പ്ലേ സ്കൂളിലോ നഴ്സറിയിലോ ഒന്നും പോകാത്തൊരു ടൈമാണ്. അപ്പം നമുക്ക് വളരെ റിലാക്സ്ഡ് ആണ് ആക്ച്വലി. മറ്റേതിപ്പോൾ കുട്ടി സ്കൂളിൽ പോകുന്ന ഒരു ഏജ് ആണെങ്കിൽ അമ്മമാർക്ക് ഈ പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ, എനിക്ക് പണ്ട് ഇഷാനിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മു നഴ്സറി പോണ ടൈമാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുഞ്ഞിനെ റെഡിയാക്കണം, അമ്മുവിനെ റെഡിയാക്കണം, തലേ ദിവസം ഹോംവർക്ക് കാണണം, അത് നോക്കണം. ഇതെനിക്ക് ഓസി ജനിച്ചപ്പോൾ അമ്മുവിന് 2.5 വയസ്സേ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ടോട്ടലി റിലാക്സ്ഡ്. അമ്മുവും ബേബിയല്ലേ, അമ്മുവും കുഞ്ഞാണ്, ഓസി കുഞ്ഞാണ്. ഓസിക്ക് 1 വയസ്സായി കഴിഞ്ഞിട്ടാണ് അമ്മു സ്കൂളിൽ ജോയിൻ ചെയ്തത് തന്നെ. അതുകൊണ്ട് ആ ഒരു ഫുൾ ടൈം നമുക്കിപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ, നമ്മുടെ പണ്ടുള്ള കുറേ ഫോട്ടോസൊക്കെ നമ്മൾ അങ്ങനെ എടുത്താൽ, ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അമ്മൂന് സ്കൂളൊന്നുമില്ല, അപ്പോൾ എനിക്ക് കൂടെ വരാം. നമ്മളെല്ലായിടത്തും പോകും, അമ്മൂനെ ഓസിയും അപ്പച്ചിയായിട്ട് നമ്മൾ എല്ലായിടത്തും കറങ്ങാൻ പോകുമായിരുന്നു. അത് വളരെ ഇതായിരുന്നു. അപ്പോൾ വലിയ ഗ്യാപ്പില്ലാതെ കുട്ടികളായ കുറച്ച് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ ഭയങ്കര ഗ്യാപ്പൊക്കെ ആയിപ്പോയാൽ അത് നമുക്ക് പിന്നെ നാച്ചുറലി അമ്മുവും ഹൻസും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമുക്ക് 4 കുട്ടികളുള്ളതുകൊണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ അതിനൊരു ഭയങ്കര ഭംഗിയുണ്ട്. കാരണം അമ്മു അവിടെ നീ എടുത്തോണ്ട് പോകുന്നതിനേക്കാൾ അമ്മു എടുത്തോണ്ട് നടക്കും. നോക്കുക. പിന്നെ ഇവിടെ പറയുമല്ലോ, നമ്മൾ 2 നമുക്ക് 2 എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ വീട്ടുകാരൊക്കെ ഫോളോ ചെയ്തത് പണ്ടൊക്കെ. നാം 2 നമുക്ക് 2 ആണ് നമ്മുടെ വീട്ടുകാർ ഫോളോ ചെയ്ത് 2 പിള്ളേർ. മൂന്നാമതെന്നൊക്കെ പറയുന്നത് പണ്ടൊരു സർപ്രൈസ് ആയിരുന്നു. 3 ലൈക്ക് സുലുവിൻ്റെ വീട്ടിൽ 3 പിള്ളേർ, അപ്പോൾ നമുക്ക് 3 അങ്ങനെ നമുക്കൊക്കെ. ഇപ്പം സുലുവിന് 4, എനിക്ക് 4, സുലുവിൻ്റെ ബ്രദറിന് 4, 5, സുലുവിൻ്റെ സിസ്റ്ററിന് 6, 7 ഉണ്ട്. അപ്പം അങ്ങനെയായി ഒരുപാട് കുട്ടികളുണ്ട് അവിടെയൊക്കെ. ബട്ട് നമ്പർ ഓഫ് ചിൽഡ്രൻ കൂടുതലുള്ള എന്തുകൊണ്ടും ഐ എം റിയലി ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇറ്റ്സ് റിയലി നൈസ്. അത് വേറെ കൂടെ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു ഫൈറ്റിംഗ് പോലും ഉണ്ട്. കാരണം വളരെ ലിമിറ്റഡ് ഫുഡ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഹൻസിക പോലും പറയാം, എന്താ അമ്മൂന് കൂടുതൽ എനിക്കെന്താ. അപ്പൊ ആ അടി കൂടാൻ എവിടെയെങ്കിലും ചെന്ന കാര്യങ്ങൾ നേടിയെടുത്തു. നമ്മുടെ പിള്ളേർക്ക് എവിടെ ചെന്നാലും അഡ്ജസ്റ്റ് ചെയ്യാനും അവരുടെ കാര്യം നോക്കാനും ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ പോലും അതിന് പ്രശ്നം ഉണ്ടാക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. കാരണം അവർ ആ അഡ്ജസ്റ്റ്മെന്റ് കണ്ട് വളർന്നാണ് അവർ വന്നത്. ഒട്ടും ഓവർ പാമ്പേർഡ് അല്ല, അല്ലെങ്കിൽ എല്ലാം എൻ്റെതെന്നുള്ളൊരു ചിന്തയില്ല. എന്തുണ്ടെങ്കിലും അത് കൂടെ ഉള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. സോ വൺ വേ ഇറ്റ്സ് നൈസ്. ആർക്കാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ മനസ്സുള്ളത്? ഷെയർ ചെയ്യാൻ എല്ലാവർക്കും ഉണ്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. എല്ലാവർക്കും ഇൻ എ ഡിഫറെൻറ്റ് വേ ആണ്, വളരെ ഡിഫറെൻറ്റ് രീതിയിലാണ്. ഓസിക്കാണ് ഏറ്റവും വലിയ മനസ്സ്. ഓസി ഷെയർ ചെയ്ത് എത്ര നാട്ടുകാർ രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ മനസ്സ് ഓസിക്കാണ്. എന്നുവെച്ചാൽ ഓസി അങ്ങ് താക്കോലെ കൂടെ നിങ്ങൾ എന്തുവേണോ ചെയ്തു. അത് ഓസി. അമ്മൂനും എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അമ്മൂ സോൾസോ അമ്മൂ ഇങ്ങനെ ആലോചിച്ച് ഹെൽപ്പ് ചെയ്യേണ്ടവർ ആ രീതിയിൽ അറിഞ്ഞറിഞ്ഞ് അങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഇഷാനി അത്രയ്ക്ക് അങ്ങനെ ചിന്തിക്കത്തൊന്നുമില്ല. നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കണം പലപ്പോഴും. ഈശോയുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ രണ്ടാമത് ചിന്തിക്കാതെ ഓക്കെ എത്രയാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ തരും. കുറച്ച് ചൈൽഡിഷാണ് ഇഷാനി. ഇപ്പോഴും ഹൻസും അതുപോലെയാണ്. എല്ലാവർക്കും ആ മനസ്സുണ്ട്, ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. എന്നാലും നമ്പർ ഓഫ് ചിൽഡ്രൻ, അപ്പം യു ആസ്കിങ് മീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ആസ്ക് മീ, ഇന്നത്തെ പിള്ളേർക്ക് നമ്പർ ഓഫ് കുട്ടികളെ കുറിച്ചോ അല്ലെങ്കിൽ പ്രഗ്നൻസി ഡെലിവറിയെ കുറിച്ചൊക്കെ ഉള്ളൊരു തോട്ട് എന്താണെന്നുള്ളത്. ഐ തിങ്ക് ഈ ഓസി മറ്റേ എപ്പിഡ്യൂറൽ എടുത്തെങ്കിലും ഡെലിവറി ടേബിളിൽ ഐ തിങ്ക് ഷി വാസ് മച്ച് ബ്രേവർ ദാൻ മീ. ഞാൻ ഇതിനേക്കാൾ പേടിച്ച്, ഇതിനേക്കാൾ വരേണ്ട, ഇതിനേക്കാൾ അലറി വിളിച്ചു. ഞാൻ അന്ന് അലറി വിളിച്ചിട്ട് എൻ്റെ സൗണ്ട് വരെ പോയി. ഓസിക്ക് അങ്ങനെ ഞാനതൊരു ഏതോ ഇതിൽ പറഞ്ഞു, ബ്ലോഗിൽ പറഞ്ഞു, നീ പറഞ്ഞ അങ്ങനെ ഉണ്ട്. നീ അന്നാണ് എന്ത് ചോദിച്ചു, ഇങ്ങനെ അലറി വിളിക്കുമ്പോൾ തൊണ്ട പോകുന്നു, എനിക്ക് എന്തെങ്കിലും ചൂടായിട്ട് വേണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അമ്മൂനെ പ്രസവിച്ചുണ്ടെങ്കിൽ കിച്ചു എനിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോണ്ട്. അത് വേറെ വിഷയം. ഐ ലൈക്ക് വാട്ട് ആർ യു ഡൂയിങ്, ചിക്കൻ ബിരിയാണി, എനിക്ക് എന്തിനും ഇപ്പോൾ ചിക്കൻ ബിരിയാണി. അപ്പോൾ കിച്ചു നീ അല്ലേ പറയാം പ്രസവിച്ച് കഴിയുമ്പോൾ നോൺ വെജ് കഴിക്കണമെന്ന്. എന്നാലും ചിക്കൻ ബിരിയാണി നീ എപ്പോഴും പറയും.
ഓ നിന്നെ നിന്നെ പൂഴ്ത്തിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഒന്നിങ്ങി വന്നിട്ട് പറ. അല്ല ആക്ച്വലി ഓസി വാസ് റിയലി ബ്രേവ്. മെയിൻലി നമ്മളെല്ലാരും കൂടെ നിന്നോണ്ടായിരിക്കാം. അതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. ഞാനില്ല പേടിച്ചും വരണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിച്ചുവിന്റെ അച്ഛന്റെ സിസ്റ്ററാണ് എന്നെ ഡോക്ടർ. ഞാൻ ചോദിച്ചോണ്ടിരുന്നു ഒന്ന് കിച്ചുവിനെ വിളിക്കോ, ഒന്ന് കിച്ചുവിനെ വിളിക്കോ. മക്കൾ എന്താ കഴിക്കണേ? രണ്ടാമതുണ്ടാക്കിയ മുട്ട. ഓസിക്ക് മുട്ടയുടെ മഞ്ഞ ഇഷ്ടമല്ല, മുട്ടയുടെ വെള്ള മാത്രം കഴിച്ചോണ്ടിരിക്കുക. പ്രോട്ടീൻ ഏതും അധികമാവേണ്ട കാര്യമില്ല. പ്രോട്ടീൻ ഇസ് ഗുഡ് ഫോർ ബോഡി. പക്ഷേ ക്രിസ്പി ആയിട്ട് സോറി, എന്താ ചുമ എന്നെ വിടുന്നില്ല. അപ്പൊ ഓക്കെ, ഓസിയോട് ഞാൻ ചോദിക്കാം ലൈക്ക് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്. കിച്ചു എന്നോട് ചോദിക്കുമായിരുന്നു, ഓസി എന്നോട് പറയാറുണ്ട്. ചോദിച്ചല്ലേ, ഡെലിവറി അല്ല എനിക്ക് പേടി, എനിക്ക് ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കിപ്പായി കിട്ടണം. അത് മാത്രം. എന്താണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ വോമിറ്റിംഗ് അത് മാത്രം എനിക്ക് സത്യം പറഞ്ഞാൽ ഡെലിവറിയേക്കാൾ പ്രശ്നം അതാണ്. അത് സെക്കൻഡ് ഒക്കെ ആകുമ്പോ കുറച്ചുകൂടെ ബെറ്റർ ആവും. മാത്രമല്ല ഞാൻ കാണൂല എപ്പോഴും നിന്നെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ. നീ വോമിറ്റ് ചെയ്യുമ്പോൾ ഞാനുണ്ടല്ലോ. ഓൾമോസ്റ്റ് പല ദിവസം രാത്രി എന്നെ എടുത്തൊക്കെ കാണിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ആലോചിച്ചിട്ട് എന്തുപോലെ ഇഷ്ടംപോലെ ആൾക്കാരുടെ എടുക്കാൻ. അതെ, പക്ഷെ ആ കൊണ്ടുപോകുന്നവരെ ശവശരീരം ഞാനല്ല. എടുക്കാൻ ഞാൻ റെഡിയാ, എടുത്തോണ്ട് പോണ ഐറ്റം ഞാനാവാതിരുന്ന മതി. പക്ഷെ എന്തായാലും വൺ ബേബി ഐ വുഡ് ഓൾവേസ് ലൈക്ക് 2 or 3 or ഓമിക്ക് കൂട്ടു വേണ്ടേ? അതിന് 1 ഓക്കെ, 2 or 3 or 5 or അത് വേണ്ട. നമുക്ക് അവിടെ ഒരു ഓസി വേണം, അല്ല അവിടെ ഒരു ഇഷാനി വേണം. ഈ വീട്ടില് ലോഡ് കിടക്കുന്ന ആൾക്കാരില്ലേ, എല്ലാവരുടെ അടുത്തും പ്രസവിച്ച് കൂട്ടാൻ പറ്റും. നമുക്കിവിടെ ഒരു പഞ്ചായത്തിനെ സൃഷ്ടിക്കാം. യെസ്, പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അമ്മ കയറിയിരിക്കും. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ്, സിന്ധൂസ് പഞ്ചായത്ത്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അറിയാന്നുള്ള അമ്മേനെ തന്നെ. അവൻ എന്നെ നന്നായിട്ട് അറിയാം. ഇന്ന് ഓസിയിൽ നടന്നപ്പോ എന്തോ പറഞ്ഞു ഉറങ്ങിക്കിടന്ന്. ഞാൻ ഇപ്പൊ മിണ്ടാതെ കിടക്കും. ഞാൻ ഇതിൽ നിന്ന് എന്റെ സൗണ്ട് കേട്ടപ്പോ സൗണ്ട് ഉണ്ടാക്കാൻ പറയാം. അവൻ പിടി കിട്ടിയത് എന്റെ സൗണ്ടാണ്. ഹൻസിക, ഞങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലേ, കുഞ്ഞിന് കാവലിരിക്കാൻ എപ്പോഴും ഒരാളാണ്. അല്ല അത് അമ്മ ഉണ്ടായിരുന്നപ്പോഴേ നമുക്ക് ആളില്ലായിരുന്നു, വലിയൊരു ഇതായിരുന്നു. നമുക്ക് അങ്ങോട്ട് കൊണ്ട് ഞാനാണെങ്കിൽ ഷൂട്ടിങ്ങിന് പോകുന്നു, എനിക്ക് ടെൻഷനായിരുന്നു. അതെ അതെ, കാലം മാറി, ഇഷ്ടം പോലെ ആളുണ്ട്. സോ ഓസി ഈസ് എ ബ്രേവ് ഗേൾ എന്നാണ് അമ്മ പറയുന്നത്. വെരി ബ്രേവ് ലേഡി, വെരി ഗുഡ്, വെരി ബ്രേവ്, വെരി ബ്രേവ്. ലൂമിയ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് പെയിൻ ടോളറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പീരിയഡ്സ് വരുമ്പോൾ മറ്റേ ബോധം കിട്ട് കിടക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കത് എന്താ എനിക്ക് പറയേണ്ടതെന്ന് റിപ്ലൈ ഇല്ലായിരുന്നു. എനിക്ക് പെയിൻ ടോളറൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു, പക്ഷെ ഉണ്ടോ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അതായത് യഥാർത്ഥ വിഷയം അതിനേക്കാൾ വലുതായിപ്പോയി നിന്റെ ഭയം, അത്രേ ഉള്ളൂ. അത് ഫേസ് ചെയ്ത് ഇതിനാണോ ഞാൻ കിടന്ന് ഇത്രയും വിളിച്ചതെന്നായിപ്പോയി. അതാണ് പലർക്കും പറ്റുന്നത്. നമുക്കും ചില വിഷയങ്ങൾ വരുമ്പോഴത്തെ യഥാർത്ഥ വിഷയത്തിനേക്കാൾ നമ്മൾ വല്ലാതെ ഭയക്കാറുണ്ട്. എപ്പിഡ്യൂറൽ ശരിക്കും ഹെൽപ്പ് ചെയ്തു. അതിന് എപ്പിഡ്യൂറൽ എനിക്ക് തന്ന ഡോക്ടർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു. ലൈക്ക് എനിക്ക് എന്താ പറയുക, ഒരു നടു തടവുന്ന പോലത്തെ ഒരു പെയിനെ എടുത്തുള്ളൂ. സാധാരണ ഞാൻ കുറേ പേരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ട്, ആ കുത്തുന്ന വേദന സഹിക്കാൻ പറ്റില്ല, മറ്റേ മറിച്ചതൊക്കെ. പക്ഷേ എനിക്ക് ആസ് എ പേഴ്സൺ ഹൂ സോ സ്കെയർഡ് ഓഫ് ഇഞ്ചെക്ഷൻസ്, സത്യം പറഞ്ഞാൽ എനിക്ക് നടു തടവുന്ന പോലെ തോന്നിയുള്ളൂ എപ്പിഡ്യൂറിൽ കുത്തിക്കയറ്റുന്നത്. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിനാണ് ഇരുന്നത്. എപ്പിഡ്യൂറിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ എപ്പിഡ്യൂറൽ ഇല്ലാതെ 4 പ്രസവിച്ച എനിക്ക് യെസ്, ക്വിറ്റ് ഇന്ത്യ എന്താ പറയാനുള്ളേ? ഭാരത് മാതാ കീ ജയ്. വന്ദേ മാതരം. അങ്ങനെ ആ വന്ദേ മാതരത്തോടു കൂടി നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, എനിക്ക് വേണ്ടി സിന്ധു പറഞ്ഞു. ഓക്കെ, സോ കൃഷ്ണകുമാറിന്റെ ചാനലിന് വേണ്ടി ക്യാമറാമാൻ കൃഷ്ണകുമാറിനോടൊപ്പം സിന്ധു സൈനിങ് ഓഫ്. അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.